നമോ ഭഗവതേ വാസുദേവായ. ദശകം 4, ശ്ലോക 11. അഗ്നിവാസരവലക്ഷപക്ഷഗൈഃ ഉത്തരായണജുഷാച ദൈവക്തൈഃ പ്രാപിതാഹരവിപദം ഭവത്പരഃ മോദവാൻ ധ്രുവപദാന്തം ഈയതേ. അഗ്നി എന്നാൽ പകൽ വെളിച്ചത്തെ ആണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. വാസര സമയം, വലക്ഷ ശുക്ലപക്ഷം, പക്ഷഗൈഹി അധിഷ്ഠാനം ചെയ്തത്, ഉത്തരായണ ഉത്തരായണം, ജുഷ കാലം, ച അതിൽ അധിഷ്ഠാനമായിട്ടുള്ളത്, ദൈവതൈഹി ദേവതകളാൽ, പ്രാപിതാഹ ആനയിക്കപ്പെട്ട്, രവിപദം സൂര്യലോകം സ്ഥാപിക്കപ്പെട്ടുള്ളത്, ഭവത്പരക ഭഗവാനെ മുഖ്യമായി സേവിച്ച യോഗി, മോദവാൻ ദിവ്യാനന്ദത്തെ അനുഭവിക്കാൻ സാധിക്കുന്നത്, ധ്രുവപദാന്തം ധ്രുവലോകം പര്യന്തിക്കുന്നത്, ഈയതെ എത്തിച്ചേരുന്നു. അഗ്നിവാസരവലക്ഷപക്ഷഗൈഃ ഉത്തരായണജുഷാച ദൈവതൈഃ പ്രാപിതോ രവിപദം ഭവത്പരോ മോദവാൻ ധ്രുവപദാന്തമീയതേ. ഇവിടെ നമ്മൾ എന്തൊക്കെ വിദ്യാഭ്യാസം അഭ്യസിച്ചാലാണ് നമുക്ക് ഓരോ പദത്തിൽ മോക്ഷം ലഭിക്കുന്നു എന്ന് പറയുന്നത്. ആദ്യം നമ്മൾ പോയ ശ്ലോകത്തിൽ സദ്യോപമുക്തി, ക്രമമുക്തി എന്നിവ നോക്കി. ഇവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് ധ്രുവപദത്തിൽ എത്തിയതിന് ശേഷം നമുക്ക് മുക്തി ലഭിക്കുന്നതിനെ കുറിച്ചാണ് പറയുന്നത്. അതായത് പകൽ സമയം ശുക്ലപക്ഷ ആ ഒരു സമയത്ത് അധിഷ്ഠാനം ചെയ്യുന്ന ആ ഉത്തരായണ കാലത്ത് അവിടത്തെ ദൈവതകളാൽ അധിഷ്ഠാനം ചെയ്തപ്പെട്ടവർ ആനയിക്കപ്പെട്ടുകൊണ്ട് ആ ഒരു ആത്മാവിനെ ഈ പരലോകത്തിൽ എത്തുന്നതിന് മുമ്പ് ഈ ഭൂലോകത്തിൽ നിന്നും പോകുന്ന സമയത്ത് അവിടെ രവിപദം, അതായത് സൂര്യലോകത്തെ അവിടെ അവരെല്ലാരും കൊണ്ടു ചേർക്കുന്നു. അവിടെ ഭഗവാനെ മുഖ്യമായി സേവിച്ച യോഗികൾക്കാണ് അതിനുള്ള യോഗ്യത ലഭിക്കുന്നത്. അങ്ങനെ അവിടെ കുറച്ചുനാൾ ദിവ്യാനന്ദം അനുഭവിച്ചതിന് ശേഷം അവർ ധ്രുവപദത്തിൽ എത്തിച്ചേരുന്നു. ഇങ്ങനെ ഓരോ പദത്തിൽ ഓരോരുത്തരുടെ അഭ്യാസനം നേരിട്ട് കൊണ്ട് അവർക്ക് ഓരോരോ പദത്തിൽ എത്തുവാൻ സാധിക്കുന്നു. അതിനുശേഷമാണ് അവർക്ക് മുക്തി ലഭിക്കുകയും വൈകുണ്ഠത്തിൽ എത്തുകയും ചെയ്യുന്നത്. താങ്ക് യു.